നമ്മളെ വേറൊരാൾ നോക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണല്ലോ വേറൊരാളുടെ ഡിപ്പെൻഡൻസി വരുന്നത്. ആ ഡിപ്പെൻഡൻസി കുഴപ്പമില്ല, അതേപോലെ നോക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ. ഞാൻ എല്ലാ പാരൻസിനോടും പറയാറുണ്ട്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഈ ചൈൽഡിനെ കുറിച്ചിട്ട് നമുക്കെപ്പോഴും അവർക്കൊരു മാനുവൽ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, അതൊരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമുക്ക് ശേഷം നമ്മുടെ പ്രോപ്പർട്ടി മക്കൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നോക്കണം എന്നുള്ളത് നമ്മുടെ വിശ്വാസം. അതെ, നോക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇല്ല. നോക്കിയില്ലെങ്കിൽ നമുക്ക് അവരെ ലീഗലി ചാലഞ്ച് ചെയ്യാൻ പറ്റും. കഴിയുന്നതും ഞാൻ പറയും, നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രസ്റ്റിൽ ഒരിക്കലും തന്നെ പ്രോപ്പർട്ടിയോ ലാൻഡോ അതൊന്നും വെക്കരുത്. കഴിയുന്നതും ഫിനാൻഷ്യൽ അസറ്റ്സ് വെക്കണം. അപ്പം നമ്മളെപ്പോഴും ഇത് നമുക്ക് ശേഷമല്ല ഇത് ഇംപ്ലിമെൻറ്റ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കുട്ടിക്ക് തന്നെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവും. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അല്പം സെൻസിറ്റീവാണ്, പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ. നമുക്കറിയാം, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ തന്നെ അവർ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരാണ്. അതായത് അവർക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ കെയർ, ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമാണ്. ഒരുപക്ഷെ അവർ ബെഡ് റിഡൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് മെക്കാനിസം ഇല്ലാതെ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം. സാധാരണ കുട്ടികളെ പോലെ ചിന്തിക്കാനോ ബിഹേവ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റാത്തവരായിരിക്കാം. ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഈ കുട്ടികളുടെ പരിചരണത്തിനായി മാറ്റിവെക്കുന്നു. പക്ഷെ അങ്ങനെ മാറ്റിവെക്കുമ്പോഴും അവർക്ക് വലിയൊരു ആശങ്കയുണ്ട്. അതായത് അവരുടെ കാലശേഷം ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കും, ഈ കുട്ടിയുടെ കാര്യങ്ങൾ ആരാണ് നോക്കുക, ഇവർക്കൊരു സെക്യൂർ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ സാധ്യമാകുമോ, ഇവരുടെ ഒരു ഫിനാൻഷ്യൽ നീഡ്സ് എങ്ങനെ നടപ്പിലാവും. ഫിനാൻഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ മാസ ചെലവുകൾ, അതായത് മെഡിക്കൽ എക്സ്പെൻസസ്, ഫുഡ് എക്സ്പെൻസസ്, ക്ലോത്തിങ് എക്സ്പെൻസസ്, അങ്ങനെ അവർക്ക് ഒരു മാസം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഫിനാൻഷ്യൽ നീഡ്സ് അത് എങ്ങനെ മീറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് അവർ വളരെയധികം ആശങ്കാകുലരായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പേർട്ട് ഫിനാൻഷ്യൽ അഡ്വൈസറായ ശ്രീജിത്ത് സാറിനോട് ചോദിക്കാം. സർ, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ നീഡ്സും സ്പെഷ്യലാണ്, എല്ലാ കാര്യങ്ങളും സ്പെഷ്യലാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് പൊതുവെ വലിയൊരു ആശങ്കയുണ്ട്. അതായത് ഈ കുട്ടികളുടെ ഫിനാൻഷ്യൽ റീഹാബിലിറ്റേഷൻ, ഇവരുടെ കാലശേഷം ഈ കുട്ടികളുടെ ഫിനാൻഷ്യൽ നീഡ്സ് എങ്ങനെ നടന്നു പോകും, അതിനെന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. സാറിൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ ഈ കുട്ടികൾക്കായി എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു വളരെ വളരെ വൈഡ് ടോപ്പിക്കാണ്. ഈ ചോദ്യം തന്നെ വളരെ ഓപ്പണായിട്ട് വളരെ വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു പാരൻസിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ ഫിനാൻഷ്യലി വീക്കുമാവും. കാര്യം കുട്ടി ഉണ്ടായപ്പോൾ തന്നെ അവരുടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു ഇൻകം ഏർണിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് ഇപ്പോൾ രണ്ട് പാരൻസ്, ചിലപ്പം പല ആൾക്കാരും പറയുന്നുണ്ട്, പാരൻസ് രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ ആ ജോലി നിർത്തിയിട്ട് ഈ കുട്ടിയെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ഫിനാൻഷ്യലി കുറച്ചും കൂടി ബാക്ക്വേർഡ് ആവും. ഓക്കെ, അപ്പോൾ ഞാനെപ്പോഴും പറയും, നമ്മളെപ്പോഴും ഒരു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോർപ്പസ്, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴും പറയും ഒരു പാസീവ് ഇൻകം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിലാണ് ഇൻകം, ഒന്ന് ആക്റ്റീവ് ഇൻകം, ഒന്ന് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു എംപ്ലോയ്മെൻറ്റിലുള്ള സമയത്തോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുമ്പോഴോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നതാണ് ഈ പറയുന്ന ആക്റ്റീവ് ഇൻകം. നമ്മുടെ ആ ആക്ടിവിറ്റി നിൽക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി വേറെ ഇൻകം സ്ട്രീംസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സോ എപ്പോഴും ആൾട്ടർനേറ്റീവ്ലി നമ്മളൊരു പാസീവ് ഇൻകം മെക്കാനിസം കണ്ടെത്തണം. റെൻ്റൽ ഇൻകം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ഷെയർ മാർക്കറ്റിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു ഡിവിഡൻഡ് ഇൻകം, അതുപോലത്തെ ഉള്ള ഒരു പാസീവ് ഇൻകം കാറ്റഗറി നമ്മൾ പാരലലി ബിൽഡ് ചെയ്യണം. കാരണം കെയർ എന്ന് പറയുന്നത് തന്നെ ടുഡേ ഈസ് വെരി എക്സ്പെൻസീവ്. റൈറ്റ് അല്ലേ? കെയർ എന്ന് പറയുന്ന മീനിങ് തന്നെ എപ്പോഴും അത് എക്സ്പെൻസീവാണ്. പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും. പക്ഷെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിലോ നല്ലൊരു കെയർ കിട്ടണമെങ്കിലോ അതിന് നമ്മൾ അത്യാവശ്യം നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വളരെ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പുവരുത്താൻ എന്ത് തരം സംവിധാനമാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുക?
എക്സാമ്പിൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ലൈക്ക് അവരിപ്പോൾ ഈ പറഞ്ഞ മാതിരി അവരുടെ മരണശേഷം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ നീഡ്സ് നടന്നു പോകാനുള്ള പൈസ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ഓക്കെ, എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? അതിന് ഞാൻ എപ്പോഴും ഒരു അഡ്വൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, നമുക്ക് ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. പ്രൈവറ്റ് ട്രസ്റ്റ് പലപ്പോഴും നമ്മൾ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, അതൊരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമുക്ക് ശേഷം നമ്മുടെ പ്രോപ്പർട്ടി മക്കൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അല്ലേ. അതിന് നമ്മൾ നോർമലി ആൾക്കാർ ഒന്നും ചെയ്യാറില്ല, അത് വേറൊരു കാര്യം. ഓക്കെ, ബില്ല് എഴുതാം. ഓക്കെ, ബില്ല് എഴുതി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എഴുതുന്നു, നമ്മുടെ മൂത്ത മകന് ഇത്ര, ഇളയ മകൻ ഇത്ര. ചിലപ്പോൾ ഇളയ മകനായിരിക്കാം ചിലപ്പോൾ സ്പെഷ്യൽ നീഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പോൾ അങ്ങനെ ബില്ല് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അഷ്വർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എപ്പോഴുള്ള ഡൗട്ടേ നമ്മുടെ ഇവരുടെ സിബ്ലിങ്സ് ഇവരെ നോക്കുമോ എന്നുള്ളതാണ് ഒരു കൺസേൺ. അതെ, ബില്ല് ലീഗലി ആണല്ലോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പോൾ ലീഗലി എഴുതി കൊടുത്തു കഴിഞ്ഞാലും ഈ കുട്ടിയുടെ പേര് കിട്ടുന്ന ആ പ്രോപ്പർട്ടിക്ക് ലീഗൽ റൈറ്റ്സ് അവരാർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓ ഓക്കെ. ഞാൻ ആൾക്കത് സൈൻ ചെയ്യാനോ അത് കൈകാര്യം ചെയ്യാനോ അത് വാടകയ്ക്ക് കൊടുക്കാനോ ഉള്ള കഴിവില്ല. വേറെ ആരെങ്കിലും തീർച്ചയായും ഒരു ഗാർഡിയൻ പോലെ തന്നെ നമ്മൾ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യണം. നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് വരും ഗാർഡിയനായിട്ട് അല്ലെ. അതിനെക്കാട്ടും നല്ലത് നമ്മൾ തന്നെ കൃത്യമായിട്ട് വിൽക്കാനായിട്ട് ദിസ് ഇസ് സംതിങ് ആസ് എ പാരന്റ് വന്നിട്ട് പറയാം ആരാണ് ഈ കുട്ടിയുടെ ഗാർഡിയൻ, ആരാണ്, ആരൊക്കെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇനി അതിനൊരു നിയമസാധ്യതയില്ല. നിയമസാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നോക്കണം എന്നുള്ളത് നമ്മുടെ വിശ്വാസം. അതെ, നോക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. നോക്കിയില്ലെങ്കിൽ നമുക്ക് അവരെ ലീഗലി ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനൊരു മെക്കാനിസം ഇല്ല. അതായത് ഇവരെ നോക്കിയില്ലെങ്കിൽ അവരെ ലീഗലി ചാലഞ്ച് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ബില്ല് വഴി പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ട്രസ്റ്റ് പോലത്തെ കോൺസെപ്റ്റ് വയ്ക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ, ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അതൊരു ഗവൺമെൻറ് ട്രസ്റ്റ് അല്ല. ഓക്കെ, ഇറ്റ്സ് എ പ്യൂർലി എ പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ്. നമ്മുടെ ആ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ പേരിൽ തന്നെയാണ് ട്രസ്റ്റ്. കുട്ടിയുടെ പേര് എന്താണോ ആ പേരിൻ്റെ കൂടെ നമുക്ക് പറയാം പ്രൈവറ്റ് ട്രസ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ മേ ബി ഒരു ഫാദർ അല്ലെങ്കിൽ മദർ, നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി കഴിയുന്നതും ഞാൻ പറയും നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രസ്റ്റിൽ ഒരിക്കലും തന്നെ പ്രോപ്പർട്ടിയോ ലാൻഡോ അതൊന്നും വെക്കരുത്. കഴിയുന്നതും ഫിനാൻഷ്യൽ അസറ്റ്സ് വെക്കാം, ഡെപ്പോസിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, സോ ദാറ്റ് വന്നിട്ട് ഈ ജനറേറ്റ് ഇൻകം. കാര്യം കുട്ടീനെ നോക്കാണ്ടിരിക്കുന്ന നമുക്ക് ക്യാഷ് ഫ്ലോ വേണം. അതെ തീർച്ചയായും. ആ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന അസറ്റാണ് നമ്മൾ ആ ട്രസ്റ്റിൽ വെക്കുന്നത്. ഈ അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അസറ്റ്സ് ആണ്? അതാണ് ഞാൻ പറഞ്ഞത്, മേ ബി റെന്റൽ ഇൻകം കിട്ടുന്ന പ്രോപ്പർട്ടികൾ, ഓക്കെ, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ, ഓക്കെ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടും, മ്യൂച്വൽ ഫണ്ട് അതിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അങ്ങനത്തെ നേച്ചർ ഓഫ് അതായത് അസറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞ ട്രസ്റ്റിൽ വെക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രസ്റ്റിൽ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ അതിൽ ട്രസ്റ്റി ആയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ചിലപ്പം ഈ ഫാദറോ മദറോ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന കുട്ടിയുടെ ചേട്ടനോ അനിയനോ ആവാം, ചേച്ചിയോ ആവാം, അവരുടെ സിബ്ലിങ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ഉള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലോയർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റർ ആവാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം, ഒരു കോർപ്പറേറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ആവാം, ആർക്കും ട്രസ്റ്റി ആവാം. ഓക്കെ, ആ ട്രസ്റ്റിയുടെ റോൾ എന്ന് പറയുന്നത് ഈ കുട്ടിയെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ട്രസ്റ്റി അല്ല കുട്ടിയെ നോക്കുന്നത്, കുട്ടിയെ നോക്കാനുള്ള സംവിധാനത്തിനെ നോക്കണം എന്നുള്ളതാണ്. ഈ കുട്ടിയെ നോക്കാൻ മറ്റുള്ള പല സംവിധാനങ്ങളും വേണമല്ലോ അല്ലേ. തീർച്ചയായിട്ടും തെറാപ്പി, അല്ലെങ്കിൽ ഏവിയേഷൻ, അല്ലെങ്കിൽ നഴ്സിംഗ്, മെഡിക്കൽ, അങ്ങനെ പല പല സപ്പോർട്ട് സിസ്റ്റം ഈ കുട്ടിക്ക് വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, ഈ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവ് ചെയ്യുന്നത് മുഴുവനും ഈ കുട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ആ ട്രസ്റ്റിൻ്റെ ലൈഫ് തന്നെ ആ കുട്ടിയുടെ ലൈഫാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രസ്റ്റിന്റെ കാലാവധി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും? ഈ പാരൻസിന്റെ മരണശേഷമാണോ? അല്ലല്ല, ട്രസ്റ്റ് ഇപ്പം ഇന്ന് തന്നെ നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങിയാൽ ഇന്ന് മുതൽ ട്രസ്റ്റ് ഫംഗ്ഷനിങ് ആണ്. ഓക്കെ, അതായത് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന് തന്നെ ഒരു പാരന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, ഈ കുട്ടിയുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, ഒരു 1 lakh rupees മുകളിൽ വന്നിട്ട് കുട്ടിയുടെ പേരിൽ ഒരു ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്ത് കോർപ്പസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാ മാസവും ആ കുട്ടിയുടെ പേരിലേക്ക് വേണമെങ്കിൽ 50,000 അല്ലെങ്കിൽ 1 lakh എന്ന് വെച്ചാൽ ഒരു കോർപ്പസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ ഒരു എമൗണ്ട് നമ്മൾ സൂക്ഷിച്ചു SIP ഇടുന്ന പോലെ നമ്മൾ സൂക്ഷിച്ച് കോർപ്പസ് ഉണ്ടാക്കി വെക്കും അല്ലേ. ആ കോർപ്പസിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഇൻകത്തിൽ നിന്ന് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അവർ മീറ്റ് ചെയ്യുന്നു.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫാമിലി 4 പേരുണ്ട്. ഒരു അച്ഛൻ, ഒരു അമ്മ, 2 കുട്ടികൾ. അതിൽ ഒരു കുട്ടിക്ക് ഒരു കുട്ടി സ്പെഷ്യലി ഏബിൾഡ് ചൈൽഡാണ്. ഈ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കഴിഞ്ഞാൽ അവർ മാസാമാസം സമ്പാദിക്കുന്ന പൈസ എത്രയാണോ അതിൻ്റെ ഒരു അംശം ഇതിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ നീക്കാം. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സേവിങ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സേവിങ്സ് ഫോർ ദ ഫ്യൂച്ചർ. ആ കുട്ടിയുടെ വേണ്ടിയിട്ട് നമുക്ക് ആ എമൗണ്ട് കാലാകാലങ്ങൾ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇപ്പം ഹസ്ബൻഡോ വൈഫോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആ ട്രസ്റ്റ് ഫംഗ്ഷനിങ് ആണ് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ട്രസ്റ്റിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ലൈഫാണ് ട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ ആ ട്രസ്റ്റിലുള്ള പ്രോപ്പർട്ടി വേറൊരാൾക്കും ക്ലെയിം ഇല്ല. ആർക്കും ആ ട്രസ്റ്റിൽ നിന്നുള്ള വരുമാനം വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. എക്സ്ക്ലൂസീവ്ലി ഈ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ചിലപ്പം ഒരു വ്യക്തിയുടെ കാലശേഷം ചിലപ്പം ഒരു 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വാട്ട് എവർ ഇറ്റ് ഈസ് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഒരു പ്രോപ്പർട്ടി. നമ്മൾ പറയും മൂത്ത മകനെ ഏൽപ്പിച്ചിട്ട് പറയാം ഇതിൽ നിന്ന് കിട്ടുന്ന മാസം 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഇത്രയും വരുമാനം വെച്ചിട്ട് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് നമ്മൾ ഏൽപ്പിക്കുന്നു. അത് നോക്കിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് അതേ എമൗണ്ട് നമ്മളൊരു ട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവിൽ പറയുന്നത് ക്ലിയർ ആയിട്ട് ഈ വരുമാനം എന്നത് കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. ഞാൻ എല്ലാ പാരൻസിനോടും പറയാറുണ്ട്, ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഈ ചൈൽഡിനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴും അവർക്കൊരു മാനുവൽ ഉണ്ടായിരിക്കണം. അവരുടെ മാനുവൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കുട്ടിക്ക് എന്താണ് ഇഷ്ടമുള്ളത്, എന്താണ് ഇഷ്ടമില്ലാത്തത്, ഫുഡായിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, പല കാര്യങ്ങളും അല്ലേ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഒരു മാനുവൽ പോലെ വെച്ച് കഴിഞ്ഞാൽ, കാരണം പലപ്പോഴും ഇത് അമ്മയ്ക്കും അച്ഛനും മാത്രം അറിയുന്ന കാര്യമായിരിക്കും. അപ്പം നമുക്കില്ലെങ്കിലും ഇത് വേറൊരാളെങ്കിലും അറിയണം അല്ലേ. അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് ഡീഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെക്കും. ഇതാണ് കുട്ടിയുടെ ആവശ്യങ്ങൾ, ഇതാണ് കുട്ടിയുടെ. അപ്പം നമ്മളെപ്പോഴും ഇത് നമുക്ക് ശേഷമല്ല ഇത് ഇംപ്ലിമെൻറ്റ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കുട്ടിക്ക് തന്നെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവും വേറൊരു ഔട്ട്സൈഡർ വരും. അപ്പോൾ ട്രസ്റ്റ് കൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്കോ സിസ്റ്റത്തിൽ തന്നെ ഈ കുട്ടിയെ നമ്മളൊരു കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി അത് യൂസ് ടു ആയിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിപ്പെൻസ് ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് മാറും എന്നാലും പറയണം. അപ്പോൾ അങ്ങനെയൊരു അവസരത്തിൽ ഇപ്പോൾ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഫണ്ട് നിക്ഷേപിച്ചു, ട്രസ്റ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അച്ഛനമ്മ അവർ രണ്ടുപേരും അവരുടെ ഫണ്ട് ഈ ട്രസ്റ്റിൽ നിക്ഷേപിച്ചു. അവർ വിശ്വാസത്തോടെ ഈ കുട്ടിയുടെ ഈ സ്പെഷ്യൽ ചൈൽഡിൻ്റെ സിബ്ലിങ്സിനെ ട്രസ്റ്റിയാക്കി മാറ്റി. എന്നാൽ ഇവരുടെ കാലശേഷം ഈ ട്രസ്റ്റി എന്ന് പറയുന്നത് ഈ സിബ്ലിങ് തന്നെയാണല്ലോ. അപ്പോൾ ഈ സിബ്ലിങ് കൃത്യമായിട്ട് അവിടെ നോക്കുമെന്ന്, അല്ലെങ്കിൽ ആ ഫണ്ട് മിസ്യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ എക്സ്പെൻസിന് വേണ്ടതെല്ലാം ചിലവാക്കുമോ എന്ന് എങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തും? അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എപ്പോഴും ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പം നമ്മൾ ഒരു കമ്പനി തുടങ്ങുന്നു, ഡയറക്ടേഴ്സ് കമ്പനി നടത്തുന്നു അല്ലേ. ഇവർ മര്യാദയ്ക്ക് കമ്പനി നടത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല, കാശ് കൊടുത്തില്ല അല്ലേ. അതിനാണ് നമ്മുടെ കമ്പനിയിലൊക്കെ ഓഡിറ്റ് മെക്കാനിസം. ഈ ഓഡിറ്റർ ഈ പ്രോപ്പർലി ഈ എമൗണ്ട് ഒക്കെ പ്രോപ്പറായിട്ടാണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെരിഫൈ ചെയ്യാനുള്ള മെക്കാനിസമാണ് ഓഡിറ്റ് മെക്കാനിസം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ യു ക്യാൻ അപ്പോയിൻറ്റ് എ ഓഡിറ്റ് ഫേം ടു ഡു ദ ഓഡിറ്റ് ഫോർ ദ ട്രസ്റ്റ്. അതായത് ട്രസ്റ്റ് ഡീഡിൻ്റെ ഒബ്ജക്റ്റീവ് പ്രകാരമാണോ ഈ ട്രസ്റ്റിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം. ഒന്ന് ഫിനാൻഷ്യൽ ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം, വേറൊന്നൊരു സർവീസ് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം. സർവീസ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള സർവീസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവീസൊക്കെ പ്രോപ്പറായിട്ട് ഇതുപോലത്തെ ഏജൻസികളെ പ്രോപ്പറായിട്ട് വന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് സർവീസ് ഓഡിറ്റ് മാൻഡേറ്ററി ആക്കാം. ഇത് 2 മാൻഡേറ്ററി ആക്കുന്ന സമയത്ത് ട്രസ്റ്റിൻ്റെ ചിലവിൽ നിന്ന് ഒരു എമൗണ്ട് ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓഡിറ്റ് മെക്കാനിസം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സിബ്ലിങ്സ് കുറച്ചും കൂടി വിജിലൻ്റ് ആവും അല്ലേ. നമുക്ക് ഇത് ആരും നോക്കാനില്ല എന്ന് പറയുമ്പോഴാണല്ലോ അവരവരുടെ സൗകര്യത്തിന് ചെയ്യാം. ഇതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമായിട്ട് മാറി. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ട്രസ്റ്റി ഈ ട്രസ്റ്റ് ഡീഡ് പ്രകാരം പോയിട്ടില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കോർട്ടിൽ പോയിട്ട് കേസ് കൊടുക്കും. ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഓക്കെ. ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞു, ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അവർ നടത്തുന്നത്? ഇപ്പോൾ ഈ സർവീസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവർ വന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ട് ചികിത്സയും മറ്റും ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഈ സർവീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പോൾ അത് ഇവർ വരുന്നതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ഏത് സമയത്തും വന്ന് അത് ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം സംവിധാനം ഉണ്ടാക്കണം.
അങ്ങനെ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ ഇപ്പം പലപ്പോഴും എല്ലാവരുടെയും കൺസേൺ നമ്മൾ എടുത്തോളം ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരുവിധ എല്ലാ പാരന്റ്സും എന്ന് പറയുന്നത് ഇപ്പം കുട്ടീനെ നോക്കാൻ അവരൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ സർവീസ് ഓഡിറ്റിന്റെ ആവശ്യമില്ല, ഫിനാൻഷ്യൽ ഓഡിറ്റിന്റെ ആവശ്യമില്ല. ഇവരില്ലെങ്കിൽ ആരെങ്കിലും നോക്കാൻ ഒരു മെക്കാനിസം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ അല്ലേ? അപ്പോഴും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ വേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു അഡ്വൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ട്രസ്റ്റിൽ നമ്മൾ ഫണ്ട് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ആ ഫണ്ട് നിക്ഷേപിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഓരോ മാസവും അത് ആലൊക്കേറ്റ് ആയി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഈ ഫണ്ട് നിക്ഷേപിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഫണ്ട് ഫ്ലോ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്? ബേസിക്കലി ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പം ഈ പാരൻസ് ആണല്ലോ ഇത് നോക്കുന്നത്. അതല്ലേ, അദ്ദേഹത്തിന് ഒരു എക്സ് സോഴ്സിൽ നിന്ന് ഒരു വരുമാനം വരുന്നുണ്ട്. ആ എക്സ് സോഴ്സിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നോക്കുന്നത്. അതേ എക്സ് സോഴ്സ് ഓഫ് വരുമാനം തന്നെയാണ് നേരെ ഷിഫ്റ്റ് ചെയ്ത് ട്രസ്റ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അല്ലാണ്ട് പുതുതായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം വരുമാനം പൊട്ടിമുളക്കില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള സ്വത്ത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റ് എന്താണോ ഇപ്പം ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് അത് ഞാൻ നേരെ ട്രസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. മേ ബി അത്യാവശ്യം ട്രസ്റ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ അവർ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആ ട്രസ്റ്റിന് വേണമെങ്കിൽ അത്യാവശ്യം ഒരു 10-20 കോടിയുടെ ആസ്തിയുള്ള ഒരാളാണെങ്കിൽ ആ ട്രസ്റ്റിൽ ഫണ്ട് ഇട്ടിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ട്രസ്റ്റിന്റെ പോർട്ട്ഫോളിയോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹം അത് സെപ്പറേറ്റ് ആണ്. അതായത് നമുക്കും വരുമാനം, നമ്മുടെ കയ്യിൽ ബാങ്കിൽ പൈസ ഉണ്ട്, അല്ലെ, ഗോൾഡ് ഉണ്ട്, നമ്മളിതെങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതുപോലത്തെ കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രസ്റ്റും ഇതേപോലത്തെ അസറ്റുകൾ ഉപയോഗിച്ചിട്ട് അത് സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ആ കാര്യത്തിൽ വ്യക്തം വന്നു, ഈ മന്ത്ലി എക്സ്പെൻസ് ആലൊക്കേഷൻ്റെ കാര്യത്തിൽ വ്യക്തമായി. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് ഒരു പക്ഷേ എമർജൻസീസ് എന്തെങ്കിലും വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടി ചിലപ്പോൾ ബാത്റൂമിലൊന്ന് വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. കാരണം നമ്മളിപ്പോൾ ഈ ട്രസ്റ്റ് ഡീഡിൽ കൃത്യമായിട്ട് ഒരു മാസം ഇത്ര എമൗണ്ട് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഫണ്ട് ആവശ്യം, ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ മരുന്നുകളുടെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ തന്നെ ഈ മരുന്നുകളോ ചികിത്സയ്ക്കോ വരുന്ന അധിക ചെലവ്, അതെല്ലാം ഇങ്ങനെ ട്രസ്റ്റ് തന്നെ കവർ ചെയ്യുമോ? ട്രസ്റ്റിൽ നമ്മൾ എന്താണോ കുട്ടിക്ക് ആവശ്യമുള്ളത്, അതായത് റുട്ടീനായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അബ്നോർമലായിട്ട് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഫണ്ട് ആവശ്യം വരുമോ, ഇതുപോലത്തെ മെഡിക്കൽ എമർജൻസിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ ട്രസ്റ്റ് ഡീഡിൽ എഴുതി വെക്കാം ഒബ്ജക്റ്റീവായിട്ട്. എന്തും കുട്ടിയുടെ ആവശ്യത്തിന്, മേ ബി അത് കറണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടേം ആയിക്കോട്ടെ, എന്തും കുട്ടിയുടെ ആവശ്യത്തിന് വേണമെങ്കിലും അത് ട്രസ്റ്റിൻ്റെ ഫണ്ട് യൂസ് ചെയ്യാമെന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഈ ട്രസ്റ്റിൻ്റെ ഫങ്ഷനിങ് നടന്നു പോവുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ട്രസ്റ്റ് ഡീഡിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് പ്രകാരം ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റിലെ മെമ്പേഴ്സ്, ട്രസ്റ്റീസ് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും. പിന്നെന്താ, അതായത് നമ്മുടെ ട്രസ്റ്റി എന്നുള്ള ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി ഒരു കമ്പനിയിൽ ഡയറക്ടർ എന്ന് പറയുന്ന റോൾ പോലെ തന്നെയാണ്. ഓക്കെ, ഈ സെറ്റിലർ ആരാണോ ഫാദർ, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അവരുടെ ലൈഫ് ടൈമിൽ അവരാണ് ട്രസ്റ്റി. അവർക്ക് ശേഷമാണ് വേറൊരു ട്രസ്റ്റി വരുന്നത്. ആ ട്രസ്റ്റിയെ നമുക്ക് ക്ലോസ് വെച്ച് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ട്രസ്റ്റിയെ റിമൂവ് ചെയ്യുന്ന ക്ലോസുകൾ ഇടാം, ഏതൊക്കെയാണ് പുതിയ ട്രസ്റ്റിയെ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള അഡീഷണൽ ക്ലോസുകളും നമുക്ക് ഇടാം. അതായത് അത്രയും ഫ്ലെക്സിബിളാണ്. ഇതെല്ലാം നമ്മൾ ആദ്യമേ ഡീഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ എഴുതാം, ഏതൊക്കെ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ആഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വൽ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ ഈ നടത്തിപ്പ്? കാരണം ഇപ്പോൾ ഈ ട്രസ്റ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സ്പെഷ്യൽ ചൈൽഡ്, ആ സ്പെഷ്യൽ ചൈൽഡിന് ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ചേട്ടനാണ് ഈ ചിലവുകളെല്ലാം നോക്കി വരുന്നത്. അതായത് ഈ ട്രസ്റ്റിൽ നിന്നുള്ള ഇതെല്ലാം. ഒരു പക്ഷേ ചേട്ടൻ്റെ ആ ഒരു മേൽനോട്ടം അത് നല്ല രീതിയിലല്ല പോകുന്നത്, അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിലല്ല, ട്രസ്റ്റിൻ്റെ ഡീഡിൽ വയലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ ചേട്ടനെയാണ് ഐഡിയലി മാറ്റേണ്ടത്, പകരം മറ്റൊരാളെ പോയിട്ടാണ്. അപ്പോൾ അത് ആര് ചെയ്യും? അത് ആർക്കാണ് ആ കൺട്രോൾ ഉണ്ടാവുക? അത് നമുക്ക് ട്രസ്റ്റ് ഡീഡ് തന്നെ അപ്രൂവൽ കിട്ടും. ട്രസ്റ്റ് ഡീഡിൽ തന്നെ എഴുതും. മേ ബി ഒരു ട്രസ്റ്റ്, 2 ട്രസ്റ്റി വേണം, മാൻഡേറ്ററി ആണ്. ഓക്കെ, ഒരു ട്രസ്റ്റി കൊണ്ട് മാത്രം നടക്കില്ല, എപ്പോഴും 2 ട്രസ്റ്റി വേണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 3-4 ട്രസ്റ്റീസിനെ വന്നിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ബിഗിനിങ്ങിൽ തന്നെ ചേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു പവർ കൊടുക്കാത്ത രീതിയിൽ മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ഒരു മേ ബി ലോയറിനെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെയോ നിങ്ങളുടെ ഫാമിലി ഒരു ഫ്രണ്ടിനെയോ ഇല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് ഫേമിനെയോ ആര് വേണമെങ്കിൽ നമുക്ക് അഡീഷണലി കൊണ്ടുവരാം. എപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു പവർ ആകുമ്പോൾ ക്ലോസ്ലി സർക്കിളാണെന്ന് ആൾക്കൊരു ഫീൽ വരും. അങ്ങനെ ഒരു ഫീൽ വരുമ്പോഴാണ് നമ്മൾ ആരും മോണിറ്റർ ചെയ്യുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇതുപോലത്തെ മിസ്യൂസും. ആദ്യമേ നമ്മൾ എന്തുകൊണ്ടാണ് ക്യാമറ വെക്കുന്നത്?
അല്ലേ? ഒരു ഓഫീസ് സിസ്റ്റത്തിലേക്ക് ചിലപ്പോഴും ക്യാമറ എവിടെയൊക്കെ വെക്കുന്ന എന്തിനാണ് പറയുന്നത് അല്ലേ? സംബഡി ഈസ് വാച്ചിങ്. അതുപോലെ ക്യാമറ സിസ്റ്റംസ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന ആരായാലും ചേട്ടനായാലും അനിയനായാലും ആരായാലും നമുക്ക് സംശയമല്ല. കാരണം ഈ കുട്ടിയുടെ സെക്യൂരിറ്റിയും ആളുടെ ഹെൽത്തുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് എങ്കിൽ അതുപോലത്തെ മെക്കാനിസംസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. ഈ കൺസൾട്ടൻസി ഫേമിനെ ഉദാഹരണത്തിന് ഒരു കൺസൾട്ടൻസി ഫേമിനെ നമ്മൾ ഈ ട്രസ്റ്റി ആയിട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ, അതായത് ഈ പറയുന്ന വ്യക്തിക്ക് അതിൻ്റെ ആളുടെ ഡീഡ് വയലേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺസൾട്ടൻസി അതെങ്ങനെ ലീഗലി പോയിട്ട് കോടതി പോകാം. അതായത് ഈ പറഞ്ഞ ട്രസ്റ്റി വന്നിട്ട് ട്രസ്റ്റ് ഡീഡ് പ്രകാരമുള്ള രീതിയിലല്ല പോകുകയാണെങ്കിൽ ഇറ്റ്സ് എ റിയലി ക്രിമിനൽ ഒഫൻസ്. മറ്റൊരു ചോദ്യം, ഈ സ്പെഷ്യൽ ചൈൽഡിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ട്രസ്റ്റാണ്. ഈ സ്പെഷ്യൽ ചൈൽഡ് ആ കുട്ടിയുടെ മരണശേഷം ഇപ്പോൾ ഈ ട്രസ്റ്റിൽ ഫണ്ട് ബാക്കിയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നത്? അത് ഐഡിയലി ഈ പറഞ്ഞ ബ്രദറിനായിരിക്കും പോകേണ്ടത്. ഫാമിലിയിലെ ഡയറക്റ്റ് ആർക്കാണോ വേണ്ടത്, അത് ബേസിക്കലി ഫാദർ തുടങ്ങിയ ട്രസ്റ്റ് ആണല്ലോ, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ട്രസ്റ്റ് ആണ്. അപ്പം ഐഡിയലി സിനാരിയോ വന്നിട്ട് നമ്മൾ ഈ കുട്ടിയെ നോക്കണം എന്നുള്ളത് ഒരു കണ്ടീഷനിലാണല്ലോ നമുക്ക് ട്രസ്റ്റിന്റെ ബെനിഫിറ്റ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു പെനാൽറ്റി ക്ലോസ് വെക്കാം. അതായത് ഈ കുട്ടിയെ നോക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ ട്രസ്റ്റിൽ നിന്നുള്ള ബാക്കി, അതായത് ഈ പറഞ്ഞ ഡീഡിൽ എങ്ങനെ പറഞ്ഞാൽ അതേപോലെ തന്നെ കുട്ടിയെ നോക്കിയാൽ മാത്രമേ ഇയാൾക്ക് എലിജിബിലിറ്റി ഉള്ളൂ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇതേപോലത്തെ കുട്ടികളെ നോക്കുന്ന ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് എഴുതി കൊടുക്കാം. ഇപ്പോൾ നോർമലി ഒരാൾ വില്ല് എഴുതുമ്പം, ചില ആൾക്കാർ വില്ല് എഴുതുമ്പം സ്മാർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ പേരിലും ഇളയ മകൻ്റെ പേരിലും ഒരു മകളുടെ പേരിലും വില്ല് എഴുതി. ഓക്കെ, ഞാനതിന് ക്ലോസിൽ ക്ലിയർ ആയിട്ട് എഴുതാം, എൻ്റെ വില്ല് ആരെങ്കിലും ചാലഞ്ച് ചെയ്താൽ അയാൾക്ക് എൻ്റെ ലീഗൽ ഇന്നെലിജിബിളായിട്ട് മാറും. ഓക്കെ, എൻ്റെ വില്ല് ഏതെങ്കിലും മക്കൾ കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്താൽ എൻ്റെ വില്ല് വാലിഡായി ലീഗലായി മാറിക്കഴിഞ്ഞാൽ ആരാണോ എൻ്റെ വില്ല് ചാലഞ്ച് ചെയ്യുന്നത് അയാൾക്ക് എൻ്റെ പ്രോപ്പർട്ടി ഒന്നും യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി കോടതി ചാലഞ്ച് ചെയ്യും? തീർച്ചയായില്ല. അതേപോലെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയാം, ഈ ട്രസ്റ്റ് ഡീഡ് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്, കുട്ടികളെ ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഒരു സിബ്ലിംഗ് വന്നിട്ട് പ്രോപ്പർലി നോക്കുന്നില്ല, ഒരു കൺസൾട്ടൻറ്റ് പോയിട്ട് കോടതി പോയിട്ട് ചാലഞ്ച് ചെയ്യുകയാണ്, ഈ കുട്ടിയെ മര്യാദയ്ക്ക് നോക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഗവൺമെൻറ്റിന് വേറെ അടുത്ത മെക്കാനിസംസ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന് കോടതി അങ്ങനെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ട്രസ്റ്റ് ഡീഡിൽ എഴുതാം, ഈ മകന് ഈ ട്രസ്റ്റ് ഡീഡിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഒന്നും കിട്ടില്ല, ഇയാളുടെ ഇന്നെലിജിബിളായി മാറും, ഇതിൽ നിന്ന് പ്രോപ്പർട്ടി മൊത്തം വേറെ ഏതെങ്കിലും ചാരിറ്റബിൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പെനാൽറ്റി ക്ലോസ് വെക്കുകയാണെങ്കിൽ എല്ലാ ചേട്ടന്മാരും മര്യാദയ്ക്ക് നോക്കിക്കോളും. ശരിയാണ്. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫിനാൻഷ്യൽ റീഹാബിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ആ കുട്ടിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തും എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു പാരൻറ്റ് എന്ന രീതിയിൽ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ റീഹാബിലിറ്റേഷനാണ്. ഇപ്പം നമുക്ക് അതിനുള്ള പദ്ധതികൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തുടങ്ങുന്നു എന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും വലിയ ഇൻവെസ്റ്റേഴ്സ് ഒരു അസിസ്റ്റഡ് ലിവിങ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലൊരു പ്ലാൻ കൊണ്ടുവരികയാണ്. അതിനനുസരിച്ച് അവരുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ഈ കുട്ടികളെ തീർത്തും അസിസ്റ്റഡ് ലിവിങ് എന്നുള്ള രീതിയിലേക്ക് പോയി അവരെ അസിസ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസോ മറ്റോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു കൺസൾട്ടൻസി എന്ന രീതിയിൽ സാറിന് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും നമുക്കത് അതാണ് നമ്മുടെ ഒരു കോർ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. അപ്പം നമ്മളെ ഈ ഒരു ഫീൽഡിൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മളിപ്പം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് കാണുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് കാണുന്ന ഒരുപാട് എൻക്വയറീസുകൾ വരുന്നത്, ഒന്ന് സ്പെഷ്യൽ നീഡ് ചൈൽഡിനെ നോക്കണം എന്നുള്ള ഒരു മെക്കാനിസം ഒന്നുള്ളത്, അതേപോലെ തന്നെ വരുന്ന വേറൊരു കൺസേൺ ആണ് വന്നിട്ട് ഈ പ്രായമായിട്ടുള്ള മക്കൾ അത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയിലെ പാരൻസിനെ ആര് നോക്കും എന്നുള്ളത്. അതെ അതെ, അവർ ബെഡ് റിട്ടേണായ അവരാര് നോക്കും? അപ്പോൾ ഒരുപാട് ഓൾഡ് ഏജ് ഹോംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മെക്കാനിസം എന്നുള്ളതും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫ്യൂച്ചർ ഒരു 5 year 10 year ഡൗൺ ദ ലൈൻ ഇതൊരു വലിയൊരു ഏരിയ ആണ്. അത് എല്ലാവർക്കും ഉള്ള കൺസേൺ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കൺസേൺ മാത്രമല്ല, ഇതിനൊരു ഉത്തരമില്ലാത്തൊരു ഏരിയ ആണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം ഇതൊരു കൺസേൺ എന്ന് പറയുന്നത് ഏത് ചെറിയ ബേബി സിറ്റിങ്ങിന് നോക്കുന്ന കുട്ടികളെ നോക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ചിലവ് പോലെ തന്നെ ഈ പറഞ്ഞ ഓൾഡ് ഏജ് ആൾക്കാരെ നോക്കാനാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എഴുന്നേൽക്കുന്നു, നമ്മൾ സ്വന്തമായിട്ട് കിടക്കുന്നു, നമ്മൾ സ്വന്തമായിട്ട് കുളിക്കുന്നു, നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്.
നമ്മൾ വേറൊരാൾ നോക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണല്ലോ വേറൊരാളുടെ ഡിപ്പെൻഡൻസി വരുന്നത്. ആ ഡിപ്പെൻഡൻസി കുഴപ്പമില്ല, അതേപോലെ നോക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ. ഞാൻ ഡിപ്പെൻഡൻ്റ് ആകുന്നതല്ല വിഷയം, ഞാൻ ഡിപ്പെൻഡ് എനിക്ക് ചെറിയ കുട്ടിക്ക് എങ്ങനെ നോക്കുന്നൊന്നും അറിയില്ലല്ലോ, കുട്ടിക്ക് ബുദ്ധിയില്ല അല്ലേ? അതേപോലെ തന്നെയാണ് ഇവർക്ക് സ്പെഷ്യൽ നീഡ് ചൈൽഡും ഓൾഡ് ഏജ് ഉള്ള ആൾക്കാർക്കും അവർക്കും ഓർമ്മകളൊന്നും ഉണ്ടാവില്ല. അവരെങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ള രീതിയിലാണോ നോക്കുന്നത് എന്നതിൽ ഉറപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് അതിനും ഒരു നല്ലൊരു മെക്കാനിസം സർവീസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രത്യേകിച്ച് ഇപ്പം കാണുന്നതൊക്കെ അതിൻ്റെ ഒരു നീഡാണ്. നമുക്ക് ആകെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടല്ലോ, ഓക്കെ, ലീഗൽ സൈഡ്, അത് നമുക്ക് കൃത്യമായിട്ട് അവരെ കൃത്യമായിട്ട് അതിൻ്റെ സിസ്റ്റത്തിനകത്ത് റെഗുലറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ മറ്റുള്ള ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമാകാൻ പറ്റും. തീർച്ചയായും. ഇനിവേസ് വളരെ ഇൻഫോർമേറ്റീവ് ആയൊരു സെഷൻ തന്നെയാണ് സാർ ഇത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാതാപിതാക്കളുടെ ആശങ്ക ഇതിലൂടെ ചിലപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് ചിലപ്പം തോന്നും ഇതുകൊണ്ട് ഇനിയും ചിലപ്പോൾ ആൾക്കാർക്ക് കൺസേൺസും കൺഫ്യൂഷനും ചിലപ്പം ഉണ്ടാവാനും മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും തോട്ട്സോ ഉണ്ടെങ്കിലും കൂടി അവർക്ക് മേ ബി നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇനിയും ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാം. അവരുടെ കാരണം നമുക്ക് ക്ലാരിഫൈ ആ ഒരു ഏംഗിളിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷുവർ. എനിവേസ് ഇത്രയും നേരം സാറിൻ്റെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സെഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ നടത്തി തന്നതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.